ജമിയത്തുൽ മുഅല്ലിമീന്റെ ഈ ആദർശ ക്യാമ്പയിന്റെ സംസ്ഥാനതല ഉദ്ഘാടന പരിപാടിയിൽ ഈ ഉള്ളവൻ പ്രസംഗിച്ചപ്പോൾ അതിന് കുറെ ഉദാഹരണങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ ഒരു ഉദാഹരണം പറഞ്ഞിരുന്നു. അള്ളാഹുവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മഖ്ലൂഖാണ് അർശ്. അതിന് തെളിവ് ആയത്തിലുണ്ട്, ഹദീസിലുണ്ടെന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. മാസിബ് അല്ലാഹി തആല കുല്ലുഹു മഖ്ലൂഖ്, അല്ലാത്ത എല്ലാ മഖ്ലൂഖാണല്ലോ, അതിൽ അർശും ഉൾപ്പെട്ടു. ഈ അർശിനെ സംബന്ധിച്ച് എന്താണ് നമ്മുടെ കേരളത്തിലുള്ള വഹാബി പ്രസ്ഥാനത്തിൽ അത് എല്ലാ കക്ഷികളും, ഈ ഒരു ഗ്രൂപ്പിനെ പ്രത്യേകം എടുത്തു പറയല്ലേ ചെയ്യുന്നത്, എല്ലാ വിഭാഗക്കാരും പറയുന്നത് എന്താണ്? എല്ലാ വിഭാഗക്കാരും അംഗീകരിക്കുന്ന, അവര് പിളരുന്നതിന് മുമ്പായി അവരുടെ പ്രസാധക സംഘം പ്രസിദ്ധീകരിച്ച ഈ പുസ്തകം ചോദ്യങ്ങൾ മറുപടികൾ എന്ന ഈ പുസ്തകം, ഇതിൽ AP അബ്ദുൽ ഖാദർ മൗലവി എന്ന KNMന്റെ അവര് സർവരാലും അംഗീകരിക്കുന്ന ജനറൽ സെക്രട്ടറി AP അബ്ദുൽ ഖാദർ മൗലവി, അദ്ദേഹം എന്താണ് പറഞ്ഞത്? നമ്മളത് അവിടെ വായിച്ചിരുന്നു. വായിച്ചപ്പോ അതിന് മറുപടി എങ്ങനെ പറയാൻ സാധിക്കുമെന്നറിയാതെ വായ പൊളിച്ചു പോയി അവര്. പിന്നെ എന്തൊക്കെയോ ആക്കി കൂട്ടിക്കണം. ഞാൻ അതൊന്നും കൂടി ഇവിടെ വായിക്കാം. നമ്മുടെ സദസ്സിലുള്ളവർ മാത്രം കേട്ടാ പോരല്ലോ, ഇത് ലൈവ് പ്രോഗ്രാമാണ്. ലൈവിലൂടെ നമ്മുടെ ശബ്ദങ്ങൾ ലോകത്തിന്റെ എല്ലാ ഭാഗത്തും എത്തുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ വീക്ഷിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ ഈ ചോദ്യങ്ങൾ മറുപടികൾ എന്ന ഈ പുസ്തകം AP അബ്ദുൽ ഖാദർ മൗലവി എന്ന KNMന്റെ ജനറൽ സെക്രട്ടറി, ഇതിന്റെ ഫസ്റ്റ് പ്രസാധനം 1992 അവര് പിളരുന്നതിന് മുമ്പ് 2000 മുമ്പുള്ള പ്രസിദ്ധീകരിക്കപ്പെട്ട പുസ്തകമാണ്. ഈ പുസ്തകത്തിന്റെ 77 പേജിൽ അർശിനെ സംബന്ധിച്ച് എന്താ പറഞ്ഞത്? 76, 77 എന്നീ പേജുകളിൽ അള്ളാഹുവിന്റെ സൃഷ്ടിയായ അർശിനെ സംബന്ധിച്ച് പറയുകയാണ്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിന്റെ സിംഹാസനത്തെ, അവിടെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് അറബിയിലെ അർശ് എന്ന്, അള്ളാഹുവിന്റെ സിംഹാസനത്തെ പറ്റി 20 സ്ഥലങ്ങളിൽ പരാമർശിക്കുന്നുണ്ട്. അതിൽ 6 സ്ഥലങ്ങളിൽ അതിന്മേൽ അവൻ സ്ഥിതി ചെയ്യുന്നതിനെ, അഥവാ അൽ ഇസ്തിവാ, പരിശുദ്ധ ഖുർആനില് സുമസ്തവ അലൽ അർശി എന്നൊക്കെ പല സ്ഥലത്തും പറയുന്നുണ്ടല്ലോ, അതിന്മേൽ അവൻ സ്ഥിതി ചെയ്യുന്നതിനെ എന്നാണ് അവർ മലയാളത്തിൽ അർത്ഥം കൊടുത്തിട്ടുള്ളത്. അതിന്മേൽ അവൻ സ്ഥിതി ചെയ്യുന്നതിനെ പറ്റിയുള്ള പ്രസ്താവനയുമുണ്ട് എന്നിങ്ങനെ അർശിനെ പറ്റി പറഞ്ഞതിന് ശേഷം പിന്നെ പറയാം. അങ്ങനെ വരുമ്പോൾ, എങ്ങനെ വരുമ്പോൾ, അള്ളാഹു അവന്റെ സൃഷ്ടികളെ പോലെയൊന്നുമല്ല, ഇതിനൊന്നും ആർക്കും തർക്കല്ല, എങ്കിൽ അവന്റെ കൈ സൃഷ്ടികളുടേത് പോലെയായിരിക്കുകയുമില്ലല്ലോ, അവന്റെ കണ്ണ് സൃഷ്ടികളുടെ കണ്ണുപോലെയുമായിരിക്കില്ല. അങ്ങനെ വരുമ്പോൾ അവന്റെ സിംഹാസനവും, അനസ് മൗലവിയെ ഒന്നാണ് ശ്രദ്ധിക്കണം, ലൈവില് കേൾക്കുന്നുണ്ടെങ്കിൽ. ഇവിടെ തട്ടിപ്പ് അനസ് മൗലവി നടത്തുന്നുണ്ട്. സിംഹാസനം മഖ്ലൂക്ക് തന്നെയാണ്, അതിനെപ്പറ്റി ഞങ്ങളൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയോ വായിച്ച് ഒപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഒന്നുകൂടി ശ്രദ്ധിച്ചോ, അങ്ങനെ വരുമ്പോൾ അവന്റെ സിംഹാസനവും അതിലെ അവന്റെ ആരോഹണവും ഒന്നും സൃഷ്ടികളുടേതുപോലെയോ തുല്യമോ ആയിരിക്കുകയില്ല. അപ്പൊ അള്ളാഹുവിന്റെ അർശും സൃഷ്ടികളെ പോലെയല്ല. ആ അർശിന്റെ മേലിലുള്ള അവന്റെ ഇസ്തിവാ, അതിന് സ്ഥിതി ചെയ്യുക എന്നാണ് ഇവർ മലയാളത്തിൽ അർത്ഥം പറയുന്നത്. ഞാൻ അതിലേക്ക് ഇപ്പൊ പോകുന്നില്ല. അപ്പൊ അർശും അതിന്റെ അള്ളാഹുവിന്റെ അർശിന്മേലുള്ള ഇസ്തിവാവും രണ്ടും അതാണ് അവിടെ പറഞ്ഞത്. അവന്റെ സിംഹാസനവും അതിലെ അവന്റെ ആരോഹണവും ഒന്നും സൃഷ്ടികളുടേതുപോലെയോ തുല്യമോ ആയിരിക്കയില്ല. ഇനിയും എവിടെയാണ് മുജാഹിദുകളുടെ അള്ളാഹു മനുഷ്യരൂപത്തിലാകുന്നത്? പിന്നെ എന്തിനാണ്? AP അബ്ദുൽ ഖാദർ മൗലവി ചോദിക്കാം, അവരുടെ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ വിശ്വാസത്തിന്റെ ആകെ തുകയാണ് ഈ പറയുന്നത്. പിന്നെ എന്തിനാണ് കൈയില്ലാത്ത, കണ്ണില്ലാത്ത, കാതില്ലാത്ത വികൃത രൂപം അള്ളാഹുവിന് കൽപ്പിച്ചു നൽകാൻ മെനക്കൊടുന്നത്? അള്ളാഹുവിന് കൈയില്ല എന്ന് നമ്മൾ പറയും, അള്ളാഹുവിന് രൂപമില്ല എന്ന് നമ്മൾ പറയും, അള്ളാഹുവിന് ശരീരമില്ല എന്ന് നമ്മൾ പറയും, കണ്ണില്ല എന്ന് പറയും. ഇത് വികൃത രൂപമാണ് പോലും. അപ്പൊ അള്ളാഹുവിനെ ഇവര് കാണുന്നത് ഒരു മനുഷ്യ ശരീരത്തോട് തുല്യപ്പെടുത്തിക്കൊണ്ട്, ഒരു മനുഷ്യനാകുമ്പോ കണ്ണില്ലാത്ത, കൈയില്ലാത്ത, കാലില്ലാത്ത ഒരു രൂപം എന്ന് പറയുന്നത് വികൃത രൂപമാണ് എന്നതുപോലെ എന്തിന് നമ്മൾ അള്ളാഹുവിനെ വികൃത രൂപത്തിലാക്കണം? എന്തിന് കണ്ണില്ല എന്ന് വെക്കണം, കാലില്ല എന്ന് വെക്കണം, കൈയില്ല എന്ന് വെക്കണം എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. അപ്പൊ രൂപം പ്രാപിച്ച അള്ളാഹു സൃഷ്ടികളോട്
രൂപത്തിൽ സമാനമാകുന്ന അള്ളാഹു, ആ അള്ളാഹുവിന്റെ അർശ് സൃഷ്ടികളുടേത് പോലെയല്ല. അള്ളാഹിന്റെ കണ്ണ്, കയ്യ്, കാലി എന്ന് പറയുന്നത് പോലെയാണ് അള്ളാഹുവിന്റെ അർശും എന്നല്ലേ എഴുതിയത്. എന്നിട്ട് നമ്മളോട് ഇങ്ങോട്ട് ചോദിക്കുകയാണ്, നിങ്ങൾ ഔലിയാക്കള് നിങ്ങളെ സഹായിക്കുമെങ്കിൽ ആ ഔലിയാക്കള് പടച്ചോനാണെന്നല്ലേ ഇതിന്റെ അർത്ഥം. മുദബ്ബിറുൽ ആലം എന്ന് പറഞ്ഞാൽ അള്ളാഹു മാത്രമല്ലേ മുദബ്ബിർ എങ്കിൽ പിന്നെ മുദബ്ബിർ വേറുണ്ടോ എന്നൊക്കെ നമ്മൾ ഇങ്ങോട്ട് ചോദിക്കാറുണ്ടല്ലോ. ഇവര് ഈ പ്രപഞ്ചത്തെ സമൂലമായി വലയം ചെയ്തു നിൽക്കുന്ന അള്ളാഹുവിന്റെ സൃഷ്ടിജാലങ്ങളിലെ ഏറ്റവും സമുന്നതമായി നാം മനസ്സിലാക്കിയിട്ടുള്ള അർശിനെ അവർ കാണുന്നത് സൃഷ്ടിയായിട്ടല്ല. പിന്നെ ഏതുപോലെയാണ്? അള്ളാഹിന്റെ കയ്യ്, കണ്ണ്, കാത് എന്നതുപോലെയാണ്. കണ്ണ്, കാത്, കാല് അതുണ്ടോ? അതിലേക്കല്ല ഞാൻ പോകുന്ന, ആ വിഷയത്തിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷെ അതേപോലെയാണ് ഇവര് അർശിനെ കാണുന്നത് എങ്കിൽ, ഇനി ഞാൻ ചോദിക്കട്ടെ, ഇതല്ലേ ഈ വഹാബി പ്രസ്ഥാനം അനുയായികൾക്കിടയിൽ പ്രചരിപ്പിക്കുന്നത്? എങ്കിൽ അവരുടെ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ സ്ഥിതി എന്താണ്? നിഷ്പക്ഷമതികൾ ആലോചിക്കണം. അവരിലും കുഴപ്പമൊന്നുമില്ല, അവരുമായിട്ടും നമുക്ക് ഏത് രൂപത്തിലും മിങ്കിളാവാം. അതൊക്കെ കാലഘട്ടത്തിന്റെ തേട്ടമാണ് എന്ന് ചിന്തിക്കുമ്പോൾ ഈ ചോദ്യത്തിന് നമ്മൾ എങ്ങനെ മറുപടി പറയും? വഹാബി പ്രസ്ഥാനത്തിന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹയെ കുറിച്ച് നമ്മൾ എന്ത് പറയും? അവരുടെ അർശിനെ സംബന്ധിച്ചുള്ള സിദ്ധാന്തം എവിടെ കൊണ്ടുപോയി വെക്കും? ഇനി മുഹമ്മദുർ റസൂലുള്ളാഹി എടുത്തു നോക്കൂ. മുഹമ്മദുർ റസൂലുള്ളാഹി എന്നതിൽ സുന്നത്ത് ജമാഅത്തിന്റെ കാഴ്ചപ്പാട് എന്താണ്? അള്ളാഹുവിന്റെ മഖ്ലൂഖിൽ, അള്ളാഹുവിന്റെ ഖൽഖിൽ, അള്ളാഹുവിന്റെ സൃഷ്ടികൾ ഏറ്റവും അഫ്ദലായ നബി തങ്ങൾ, എല്ലാം കൊണ്ടും ശ്രേഷ്ഠരായവർ. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഅസൂമാണ്. അവരിൽ നിന്ന്, നബി തങ്ങളിൽ നിന്ന് അറിഞ്ഞിട്ടോ അറിയാതെയോ രഹസ്യമായോ പരസ്യമായോ മനഃപൂർവമായോ മറന്നോ ചിന്തയിൽ പോലും ആലോചനയിൽ പോലും ഒരു മഅസിയത്ത്, ഒരു തെറ്റ്, ഒരു ദോഷം, ഒരു പാപം, ഒരു വീഴ്ച സംഭവിക്കുകയില്ല. ഇതല്ലേ സുന്നത്ത് ജമാഅത്തിന്റെ കാഴ്ചപ്പാട്? ലിയഗ്ഫിറ ലക്കല്ലാഹു മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖർ. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ നമ്മുടെ അയിമ്മത്തുകൾ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയ കാര്യമല്ലേ അത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് തൗഹീദിന് വിരുദ്ധമായി, ബാക്കിയുള്ളതൊക്കെ അവിടെ നിൽക്കട്ടെ, തൗഹീദാണല്ലോ അടിത്തറ. അഫ്ദലു മാ ഖുൽതു അന വന്നബിയ്യുന മിൻ ഖബ്ലി ഖൗലി ലാ ഇലാഹ, എല്ലാ നബിമാരും പറഞ്ഞതല്ലേ തൗഹീദ്. ആ തൗഹീദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക്, ഇപ്പൊ നമ്മൾക്ക് തൗഹീദ് എന്താണ്, അതിന്റെ വചനം എന്താണ്, അതിന്റെ നിർവചനം എന്താണ് എന്നൊക്കെ നമ്മൾ ശറഉൽ അഖായിദിലും മറ്റുള്ള കിതാബുകളിലൊക്കെ നമ്മൾ പഠിക്കാൻ, സനൂസിയിൽ പഠിക്കുന്നു, സർവാമന്തബിലയിൽ പഠിക്കുന്നു, ദീനിയാത്തിന്റെ കിതാബുകൾ പഠിക്കുന്നു, അഖായിദിന്റെ കിതാബുകളൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. പണ്ട് ഒരു യാത്രയിൽ, എനിക്ക് തോന്നുന്നു പെരിന്തൽമണ്ണയിൽ നിന്ന് കോട്ടക്കൊക്കെ പോകുന്ന ഒരു ബസ്സിൽ യാത്ര ചെയ്യാം. അപ്പൊ എന്റെ സീറ്റില് നൂരിഷാ തരീഖത്തിന്റെ ഒരാൾ വന്നിരിക്കുകയാണ്. നമ്മൾ കുറെ ചെറുപ്പാണ്. അപ്പൊ ഇങ്ങനെ അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വന്നു. അപ്പൊ ഈ മഅയ്യത്ത് ദാത്തിയത്ത് എന്നുള്ളൊരു വിഷയമാണ് അവിടെ ഞങ്ങളുടെ ചർച്ചയിൽ വന്നത്. സൗഹൃദപരമായ അല്ലെങ്കിൽ വളരെ ഹൃദ്യമായ രൂപത്തിലുള്ള ചർച്ചയാണ്. അപ്പൊ ആ ചർച്ചയിൽ അദ്ദേഹം എന്നോട് പറയാണ്, മഅയ്യത്ത് ദാത്തിയത്ത്, ദാത്ത് കൊണ്ടുള്ള മഅയ്യത്ത് തന്നെയാണ്, അല്ലാഹു തആല ഇവിടെ ഒക്കെ ഉണ്ട്, ദാത്ത് കൊണ്ട് ഇവിടെ ഒക്കെ ഉണ്ട്. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങള് ശറഉൽ അഖായിദ് ഓതിയിട്ടില്ലേ എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞത്, ശറഉൽ അഖായിദ് സിദ്ദീഖുൽ അക്ബർ ഓതിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. കാരണം ഇന്നല്ലാഹ മഅനാന്ന് ഖുർആനിലായത്ത് ഇറങ്ങിയ സിദ്ദീഖ് റളിയല്ലാഹു അൻഹും റസൂലുള്ളാഹിന്റെയും ആ ഗുഹയിൽ വെച്ചുള്ള വിഷയമാണല്ലോ. ശറഉൽ അഖായിദ് ഞാൻ ഓതിയിട്ടുണ്ടോ എന്നല്ല നിങ്ങൾ ചോദിച്ചത്, സിദ്ദീഖുൽ അക്ബർ തങ്ങൾ ശറഉൽ അഖായിദ് ഓതിയിട്ടുണ്ടോ? അപ്പൊ ഞാനപ്പോ അതൊരു തർക്ക ചോദ്യമാണല്ലോ, ഒരു താർക്കികമായി വിഷയം വഴിമാറിപ്പോകുക എന്ന് മനസ്സിലാക്കിയപ്പോ ഞാൻ തിരിച്ചു അതേ ഭാഷ ഞാൻ ഉപയോഗിച്ചു. ഞാൻ പറഞ്ഞു, സിദ്ദീഖ് തങ്ങൾക്ക് ശറഉൽ അഖായിദിന്റെ ആവശ്യമില്ല, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ദർസിൽ പഠിക്കുന്ന ശറഉൽ അഖായിദ് ഓതേണ്ട ആവശ്യമില്ല, നമുക്ക് ആവശ്യമുണ്ട്. ഞാൻ നമ്മുടെ കാര്യമാണ് നിങ്ങളോട് ചോദിച്ചത്, നിങ്ങൾ ഓതിയിട്ടുണ്ടോ?
പിന്നെ അയാൾക്ക് മറുപടി ഒന്നും പറയാനില്ല. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് തൗഹീദ് പഠിക്കേണ്ട ആവശ്യമുണ്ടോ? നമ്മുടെ ഖാലിസായ നിഷ്കളങ്കമായ ബുദ്ധി വെച്ചുകൊണ്ട് എന്താ നമ്മൾ പറയുന്ന മറുപടി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് തൗഹീദ് പഠനം നടത്തേണ്ടുന്ന ആവശ്യമുണ്ടോ? ഉണ്ട് എന്നാണോ ഇല്ല എന്നാണോ? എന്നാൽ ഇതേതാ പുസ്തകം? മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ജീവിതവും ദർശനവും എന്ന് ഇവിടുത്തെ വഹാബി പ്രസ്ഥാനം പ്രസിദ്ധീകരിച്ചുകൊണ്ട് പ്രചരിപ്പിക്കുന്ന ഈ കട്ടിയുള്ള പുസ്തകം. ഈ പുസ്തകത്തിൽ ഇതിലൊരുപാട് കാര്യങ്ങൾ പ്രതിപാദിക്കാനുണ്ട്. ഞാൻ നമ്മുടെ സമയം, നമ്മുടെ സദസ്സ്, ഒരുപാട് വിഷയങ്ങളോട് മറ്റു അവതരണങ്ങൾ ഉണ്ടായതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ഇതിൽ നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് പറയാണ്, ഇതിന്റെ 116-ാമത്തെ പേജിൽ പറയുന്നു. അപ്പൊ ഏതാണ് ആയത്ത്? ഒരു ആയത്ത് ഓതിട്ടാ പറയുന്നു. വലഖദ് ഊഹിയ ഇലൈക വഇല الذين من قبلك لئن أشركت ليحبطن عملك ولتكونن من المشركين. നബിയെ, അങ്ങയിലേക്കും അങ്ങയുടെ മുൻഗാമികളായ പ്രവാചകന്മാരിലേക്കും വഹി നൽകപ്പെട്ടിരിക്കുന്ന എന്ത്? ലഇൻ അശ്റക്ത, അങ്ങ് ശിർക്ക് വെക്കുകയാണെങ്കിൽ ലയഹബത്വന്ന അമലുക, അങ്ങയുടെ അമല് പോലും പൊളിഞ്ഞു പോകും. വലതകൂനന്ന മിനൽ മുശ്രിക്കീൻ, ശിർക്ക് വെച്ചാൽ മുശ്രിക്കാകുന്നതാണ്. ശിർക്കുണ്ടായാൽ മുശ്രിക്കാവുന്ന ഖുർആൻ പറയുന്നത്. ലഇൻ അശ്റക്ത, ശിർക്ക് ചെയ്യുകയാണെങ്കിൽ ലയഹബത്വന്ന അമലുക വലതകൂനന്ന മിനൽ മുശ്രിക്കീൻ. പത്ത മുജാഹിദീങ്ങൾ പറയാറുണ്ട്, സുന്നികൾ ശിർക്ക് ചെയ്യും പക്ഷെ മുശ്രിക്കല്ല. അതെന്ത് പണിയാന്നുള്ളത് ഇപ്പോഴും ഒരു ലോജിക്കായിട്ട് നമ്മളെ യുക്തിക്ക് അത് മനസ്സിലാവണില്ല. ഖുർആൻ പറഞ്ഞ ലൈൻ അശ്റക്ത ലതകൂനന്ന മിനൽ മുശ്രിക്കീൻ. ഇവർ പറയണത് ചിലപ്പോൾ പറയും മുശ്രിക്കാണെന്ന് പറയും. നമ്മളെ പൊതുസമൂഹത്തില് അപമാനിക്കപ്പെടുമെന്ന് കാണുമ്പോൾ അവർ പറയും ഞങ്ങൾ മുശ്രിക്കാണെന്നൊന്നും പറയുന്നില്ല, ശിർക്കിനെ മാത്രമേ എതിർക്കുന്നുള്ളൂ എന്നും പറയും. എന്നാ ഖുർആൻ പറഞ്ഞ എന്താ? ലൈൻ അശ്റക്ത ലയഹബത്വന്ന അമലുക വലതകൂനന്ന മിനൽ മുശ്രിക്കീൻ. ശിർക്ക് വെക്കുകയാണെങ്കിൽ പിന്നെ മുശ്രിക്കാണ്, പിന്നെ മുശ്രിക്ക അല്ലാന്ന് എങ്ങനെ പറയാ? അപ്പൊ അതവിടെ ഇരിക്കട്ടെ. ഇവിടെ നബിയോട് നബിയെ അങ്ങ് ശിർക്ക് വെക്കുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ അവിടെ ജലാലിയിൽ കാണാം ഫർളൻ. ഇതൊരു സങ്കല്പമായി പറഞ്ഞതാണ് കേട്ടോ. നബിയെ അങ്ങ് എന്നുള്ള ഉദ്ദേശിച്ചത് ഉമ്മത്തിനെയാണ്, ജനങ്ങളെയാണ്. അങ്ങ് ശിർക്ക് വെക്കുന്നല്ല അതിന്റെ അർത്ഥം. അതൊരു സാങ്കല്പികമായ പ്രയോഗം മാത്രമാണ്. അവിടെ കലാമൻ അലാ സബീലിൽ ഫർദ്, അതൊരു സാങ്കല്പിക ശൈലിയിലുള്ള ഒരു സംസാരമാണ്. വൽ മുറാദു ബിഹി തഹീജുർ റുസുൽ, നബിമാരെ ഒന്ന് ആവേശപ്പെടുത്തലാണ് ഇവിടെ ഉദ്ദേശ്യം. വഇഖ്നാത്തുൽ കഫറത്തി, അവിശ്വാസികളെ നിരാശപ്പെടുത്തലുമാണ് ഇവിടെ ഉദ്ദേശ്യം. വൽ ഇശ്ആറു അലാ ഹുക്മിൽ ഉമ്മ, ഇത് നബി ശിർക്ക് വെക്കുന്നു പറയല്ല, ഉമ്മത്തിൽ ശിർക്ക്. ഉമ്മത്ത് പറയുമ്പോൾ ഉമ്മത്തു ദഅവത്തുണ്ട്, ഉമ്മത്തുൽ ഇജാബയുണ്ട്. ഞാൻ അതിന്റെ വിശദാംശത്തിലേക്ക് ഇപ്പൊ പോകുന്നില്ല. അപ്പൊ ജനങ്ങളുടെ ശിർക്കിനെ പറ്റിയാണ് പറയുന്നത്. വൽ ഇശ്ആറു അലാ ഹുക്മിൽ ഉമ്മത്തി, ബൈളാവിയിലും നസഫിയിലും ഒക്കെ കാണാം, തഫ്സീറുകളിലൊക്കെ കാണാം. ഈ ആയത്തിന് ഇവർ വിശദീകരിക്കുന്ന എങ്ങനെയായിരുന്നു? അള്ളാഹു പറഞ്ഞു, തീർച്ചയായും നിനക്കും നിന്റെ മുമ്പുള്ളവർക്കും സന്ദേശം നൽകപ്പെട്ടിട്ടുള്ളത് ഇതത്രേ, അള്ളാഹുവിന് നീ പങ്കാളിയെ ചേർക്കുന്ന പക്ഷം തീർച്ചയായും നിന്റെ കർമ്മം നിഷ്ഫലമായി പോകുകയും തീർച്ചയായും നീ നഷ്ടക്കാരുടെ കൂട്ടത്തിലാകുകയും ചെയ്യും. ഇത് സുമർ സൂറത്തിന്റെ 65-ാമത്തെ ആയത്താണ്. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഷെയ്ഖ് പറഞ്ഞു തരാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ്, അതാണ് വഹാബി പ്രസ്ഥാനത്തിന്റെ തലവൻ. വഹാബി പ്രസ്ഥാനത്തിന്റെ തലവനായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് പറയാണ്, എന്ത്? യഥാർത്ഥ തൗഹീദ് എന്തെന്ന് പഠിക്കേണ്ടതിന്റെ ആവശ്യകതയാണ് ഈ ആയത്ത് വ്യക്തമാക്കുന്നത്. പ്രവാചകന്മാർ വരെ ഏകദൈവ വിശ്വാസത്തെ കുറിച്ച് പഠിക്കേണ്ടതുണ്ട്. എഴുതി വെച്ചിരിക്കുന്നു. പ്രവാചകന്മാർ വരെ ഏകദൈവ വിശ്വാസം, അതാണല്ലോ തൗഹീദ്, അതിനെക്കുറിച്ച് പഠിക്കേണ്ടതുണ്ട്. അപ്പൊ ഇവർ മനസ്സിലാക്കുന്ന പ്രവാചകൻ ഏതു നിലവാരത്തിലുള്ള പ്രവാചകനാണ്? അവർ കാണുന്ന പ്രവാചകൻ തികച്ചും ഒരു സാധാരണ നമ്മളെ പോലെയുള്ള ഒരാൾ മാത്രമാണ്. അതിന്റെ വെളിച്ചത്തിലാണ്, അതുകൊണ്ടാണ് അവർ നബിദിനാഘോഷം ശിർക്കാണെന്നും ബിദ്അത്താണെന്നും പ്രത്യേകത കൽപ്പിച്ചാൽ ബിദ്അത്താണെന്നും ഒക്കെയുള്ള വാദപരിണാമങ്ങളിലൂടെ ഏകദേശം ഒരു നൂറ്റാണ്ടായിട്ട് അവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഏറ്റവും പുതിയതായിട്ട് അവർ ബിദ്അത്താണ് എന്നുള്ള ആ ഒരു പറച്ചില് പരിമിതപ്പെടുത്തിയിരിക്കുകയാണ് നബിദിനാഘോഷത്തെ പറ്റി. നമ്മുടെ ജമിയത്തുൽ മുഅല്ലിമീന്റെ ആദർശ ക്യാമ്പയിന്റെ ഉദ്ഘാടന വേളയിൽ
ഇവിടെ നബിദിനാഘോഷം ഖാദിയാനികളും വഹാബി നേതാക്കളായ KM സാഹിബിനെ പോലെയുള്ള ആളുകളും സംയുക്തമായി ആചരിച്ചാഘോഷിച്ചത് നമ്മൾ ഉദ്ധരിച്ചിരുന്നു. ഇപ്പോൾ എന്താണ് സംഭവിച്ചത്? വഹാബികൾ, മുജാഹിദുകൾ പറയുന്നത് നബിദിനം പാടില്ല, ഖാദിയാനികളും പറയുന്നത് നബിദിനം പാടില്ല. രണ്ടു കൂട്ടരും ഇപ്പൊ പാടില്ല എന്ന് പറയുന്നവരാണ്. എന്നാൽ രണ്ടു കൂട്ടരും ഒരു കാലത്ത് സംയുക്തമായി നബിദിനം ആഘോഷിച്ചവരായിരുന്നു. ഇത് നമ്മൾ നമ്മുടെ ഉദ്ഘാടന പരിപാടിയില് അവിടെ ഉദ്ധരിച്ചപ്പോൾ അതേക്കുറിച്ച് ഒരക്ഷരം പറയാൻ കേരളത്തിലുള്ള ഒരൊറ്റ മുജാഹിദുകൾക്കും ഇതുവരെ ഈ പരിപാടികൾക്കൊക്കെ മറുപടിയായിട്ട് ഊര് ചുറ്റുന്നതിനിടയിൽ അവർ പറയുന്നില്ല, മിണ്ടുന്നില്ല. എന്തുകൊണ്ട് മിണ്ടുന്നില്ല? അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പ്രശ്നം, മുഹമ്മദ് റസൂലുള്ളാഹിയുടെ പ്രശ്നം, അതിന്റെ ഓരോ ഉദാഹരണം മാത്രമാണ് ഞാൻ പറഞ്ഞത്. ഇനി ബിദ്അത്ത് നബി ചെയ്യാത്തതൊക്കെ ബിദ്അത്ത് എന്നുള്ള ഒരു പല്ലവിയാണല്ലോ അവരുടെ ബിദ്അത്തുമായി ബന്ധപ്പെട്ട വാദത്തിന്റെ ആകത്തുക. ഇപ്പൊ മുഹറം മാസമാണ് വന്നിട്ടുള്ളത്. ഇന്ന് മുഹറം 2-ആണ്. 1448 നമ്മൾ പ്രവേശിച്ചതിന്റെ 2-ാമത്തെ ദിവസത്തിലാണ് ഞാൻ നിങ്ങളുമുള്ളത്. എങ്ങനെയാണ് ഈ 1448 എന്നുള്ള ഹിജ്റ വർഷാബ്ദത്തെ പരിഗണിക്കുന്ന സ്ഥിതിവിശേഷം എന്ന് മുതൽക്ക് തുടങ്ങിയതാ? റസൂലുള്ളാഹിന്റെ കാലത്തുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തുണ്ടോ? ഒന്നാം ഖലീഫയായ ഉമർ ബിൻ ഖത്താബ് തങ്ങളുടെ കാലത്തുണ്ടോ? ഒന്നാം ഖലീഫ എന്ന് പറയുമ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. നമ്മൾ തിരുത്തി പറഞ്ഞാലും ലൈവിന് മറ്റേക്കാരും പോയിട്ടുണ്ടാകുക. അങ്ങനെ പ്രശ്നമുണ്ട്, ഈ ലൈവിന് അങ്ങനെ പ്രശ്നമുണ്ട്. ഒന്നാം ഖലീഫ അബൂബക്കർ റളിയല്ലാഹു തആലയുടെ കാലത്തില്ല. രണ്ടാം ഖലീഫയായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആലാന്റെ ഭരണാധിപത്യം വന്നു 17-ാമത്തെ വർഷത്തിലാണ് ഈ താരീഖുൽ ഹിജ്റാബ്ദം സമാരംഭം കുറിക്കുന്നത്. അതെങ്ങനെയാണ് സമാരം കുറിക്കുന്നത്? അങ്ങനെ എവിടുന്ന വന്നത്? ഖുർആൻ നോക്കിയിട്ടാണോ? അത് എങ്ങനെയാണ് വന്നത്? അത് ഹദീസ് നോക്കിയിട്ടായിരുന്നോ? അല്ലെങ്കിൽ അതെങ്ങനെയാണ് വന്നത്? ഉമർ ബിൻ ഖത്താബ് തങ്ങളുടെ കാലത്ത് യമനിൽ നിന്ന് വന്ന ചില ആളുകൾ വന്ന് പറയാണ്, യമൻകാര് ഒരു കാര്യം രേഖപ്പെടുത്തുമ്പോൾ ഇന്ന വർഷത്തിൽ ഇത്രാമത്തെ ദിവസത്തിൽ ഇന്ന മാസത്തിൽ നിന്ന് ഡേറ്റ് ചേർത്ത് പറയുന്നുണ്ട്, നമുക്കും തുടങ്ങുകയല്ലേ? അപ്പൊ ഉമർ ബിൻ ഖത്താബ് തങ്ങൾ പറയണം, ഹാദാ അംറുൻ ഹസനുൻ, നല്ലൊരു കാര്യമാണല്ലോ. അപ്പൊ പിന്നെ സ്വഹാബത്തിന്റെ പിന്നെ യോഗം ചേരുകയാണ്, നമുക്ക് ഇതിൽ എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ ഉമർ ബിൻ ഖത്താബ് തങ്ങളും ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങളും അലിയാർ തങ്ങളും എല്ലാവരും അഭിപ്രായപ്പെടുകയാണ്, നമുക്കൊരു ഒരു ഡേറ്റ് ആരംഭം കുറിക്കണം. അങ്ങനെ ഹിജ്റയെ ആസ്പദമാക്കി ഹിജ്റയുടെ പ്രാരംഭ നടപടികളുടെ തുടക്കം കുറിച്ച മുഹറം മാസത്തിനെ 1-ാം മാസമാക്കി കണക്കാക്കി പല മാനദണ്ഡങ്ങളുടെയും അടിസ്ഥാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 53-ാമത്തെ വയസ്സിലുള്ള ഹിജ്റയെ ആസ്പദമാക്കിക്കൊണ്ട് കലണ്ടർ ആരംഭിക്കുകയാണ്. ഇവിടെ യമനിൽ ഒരു കലണ്ടർ ഉണ്ട്, ആ കലണ്ടറിനെ സ്വീകരിക്കുകയല്ല ചെയ്യുന്നത്. ആ കലണ്ടർ അവർ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ കലണ്ടർ, അതാണ് ഐഡന്റിറ്റി നമ്മൾ അവിടെ നിലനിർത്തുന്നുണ്ട്. നബിദിനം ആഘോഷിക്കുന്ന മുസ്ലിമീങ്ങള് നബിയെയാണ് ആഘോഷിക്കുന്നത്. അപ്പൊ യേശു ക്രിസ്തുവിന്റെ ജന്മത്തെ ക്രിസ്തുമസ് എന്ന പേരിൽ ആഘോഷിക്കുന്നുണ്ടല്ലോ, ആഘോഷിച്ചോട്ടെ. അതിനെയല്ല ആഘോഷിക്കുന്നത്, അവരത് ആഘോഷിക്കുമ്പോൾ നമ്മൾ ഇതാണ് ആഘോഷിക്കുന്നത്. അവിടെ മുശാബഹത്തല്ല, അവിടെ അവരോട് സാദൃശ്യമാവരല്ല, എതിരാവരാണുള്ളത്. അപ്പൊ എതിരാകുന്ന പശ്ചാത്തലത്തിൽ അവിടെ ബിദ്അത്ത് അല്ലെങ്കിൽ അത് പുത്തനാചാരമെന്ന് അല്ലെങ്കിൽ ദുരാചാരം എന്ന ആ ഒരു ആരോപണത്തിന് പ്രസക്തിയില്ല. ഈ അടിസ്ഥാനം അവർക്ക് മനസ്സിലായില്ല. ഞാൻ മറ്റൊരു ഉദാഹരണം കൂടി പറയാം. ഹിജ്റയുടെ ഉദാഹരണം ഇവിടെ പറഞ്ഞു. ഒരു ഉദാഹരണം കൂടി പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് ഞാൻ അവസാനിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഈ പുസ്തകം, ഈ കിതാബ് ഇഖ്തിലാഉ സിറാത്തുൽ മുസ്തഖീം ഇബ്നു തൈമിയ്യയുടെ കിതാബാണ്. ഇതിൽ പറയുന്ന ഒരു ഹദീസ്, നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും വലിയ ഇബാദത്ത് ജുമുഅയാണല്ലോ. ശാരീരികമായ ഇബാദത്തുകളിലെ ഏറ്റവും ശ്രേഷ്ഠമായത് ഫർദ് നിസ്കാരങ്ങളാണെങ്കിൽ അതിൽ 1-ാം സ്ഥാനമാണല്ലോ ജുമുഅ നിസ്കാരത്തിനുള്ളത്. ജുമുഅ നിസ്കാരം ഇസ്രായിന്റെ ആ 5 നിസ്കാരങ്ങളെ കൂട്ടത്തിൽ ജുമുഅയും വന്നിട്ടുണ്ട്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മക്ക കാലഘട്ടത്തിൽ അത് നിർവഹിക്കാൻ നടപ്പിലാക്കാൻ സാധിച്ചില്ല. അതിന് പല കാരണങ്ങളും പറയുന്നുണ്ട്. 40 ആളുകൾ ഒരുമിച്ച് കൂടാനെന്ന് സാഹചര്യമുണ്ടായില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ പബ്ലിക്കായിട്ട് നിർവഹിക്കുവാൻ പറ്റുമായിരുന്നില്ല. പല കാരണങ്ങളും പറയുന്നുണ്ട്. ഏതായാലും മദീനയിലാണ് ആദ്യമായിട്ട് അസ്അദ് ബിൻ സുറാർ റളിയല്ലാഹു തആല അൻഹുവിന്റെ നേതൃത്വത്തിൽ ജുമുഅ തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ
പിൽക്കാലത്ത് കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു ആ ജുമയിൽ പങ്കെടുത്ത ആളാണ്. കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹുവിന് കണ്ണ് കാണാതെയായപ്പോൾ മകൻ അബ്ദുറഹ്മാനാണെന്ന് എന്റെ ഓർമ്മ. അബ്ദുറഹ്മാൻ എന്നവർ കഅബ് ഇബ്നു മാലിക്കിനെ കൈപ്പിടിച്ചുകൊണ്ട് ഓരോ വെള്ളിയാഴ്ചയും പള്ളിയിലേക്ക് കൊണ്ടുപോകുമായിരുന്നു. ബാങ്ക് അങ്ങോട്ട് കേൾക്കുമ്പോൾ ഉടനെ എല്ലാ വെള്ളിയാഴ്ചയും ബാങ്ക് കേട്ടപ്പോൾ ഉടനെ കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു അസ്അദ് ഇബ്നു സുറാത്ത് റളിയല്ലാഹു തആല അൻഹുവിന് വേണ്ടി ദുആ ചെയ്യും. എന്താ റസൂലുള്ളാഹി അങ്ങനെ ദുആ നിൽക്കണം? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ദുആ നിൽക്കണം. 4 ഖലീഫമാരാരെങ്കിലും അങ്ങനെ ദുആ നിൽക്കണം. എന്നാ കഅബ് ഇബ്നു മാലിക് തങ്ങൾ ദുആ നിന്നിട്ടുണ്ട്. കഅബ് ഇബ്നു മാലിക് തങ്ങൾ പ്രസിദ്ധനായ സഹാബിയാണല്ലോ. വഅല സലാസത്തിൽ ലദീന ഖുല്ലിഫു എന്ന ആയത്തിൽ പറഞ്ഞ 3 പേരിൽ ഒരാളാണല്ലോ. പരിശുദ്ധ ഖുർആൻ ആയത്തിറക്കിയ മഹാനാണ്. ആ കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു അസ്അദ് ഇബ്നു സുറാത്ത് റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ എല്ലാ വെള്ളിയാഴ്ചയും എല്ലാ ആഴ്ചയും ദുആ ഇറക്കുകയാണ്. അപ്പോ മകൻ ചോദിച്ചു, എന്താണ് ഇങ്ങനെ എല്ലാ വെള്ളിയാഴ്ചയും ദുആ ഇറക്കുന്നത്? അപ്പൊ അതിന് മറുപടി പറഞ്ഞത്, ജുമുഅയുടെ സംസ്ഥാപനം ഈ ഉമ്മത്തിൽ ആദ്യമായി നിർവഹിച്ചത് മഹാനായ അസ്അദ് ഇബ്നു സുറാ. അതിന്റെ ഓർമ്മയിലാണ്, അതിന്റെ വെളിച്ചത്തിലാണ് ഞാൻ ദുആ ചെയ്യുന്നത്. അപ്പൊ നബി ചെയ്തില്ല, അതുകൊണ്ട് ബിദ്അത്ത് എന്തുകൊണ്ട് അവിടെ പറഞ്ഞില്ല? അപ്പൊ ചെയ്യാത്തത് ബിദ്അത്ത് എന്നല്ല, തെളിവിനെതിരാകുമ്പോൾ ബിദ്അത്ത് എന്നാണ് നമ്മൾ പറയുന്നത്. സുന്നത്യമായത്ത് എന്താ പറയുന്നത്? തെളിവിന് വിരുദ്ധമെങ്കിൽ ബിദ്അത്ത്, ചെയ്യാത്തത് ബിദ്അത്ത് എന്നല്ല. അപ്പൊ അതിന്റെ ഒരു ഉദാഹരണമാണ് ഇവിടെ പറയാൻ പോകുന്നത്. ഈ ജുമുഅ തുടങ്ങുന്നതിന് മുമ്പായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിലാണ്. മുഹാജിറുകളൊക്കെ ഹിജ്റ പോയിട്ടില്ല, അവർ മദീനയിലേക്ക് വന്നിട്ടില്ല. മദീനയിൽ ഒരുപാട് ആളുകൾ മുസ്ലിമീങ്ങളായിട്ടുണ്ട്. അപ്പൊ അവരുടെ നേതൃത്വത്തിൽ അസ്അദ് ഇബ്നു സുറാത്ത് റളിയല്ലാഹു തആല അൻഹുവിന്റെ നേതൃത്വത്തിൽ ഒരുപാട് ആളുകളുണ്ട്. ആ സമയത്ത് നോക്കൂ, മുഹമ്മദ് ബിൻ സീരീൻ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, നുബ്ബിഅതു അന്നൽ അൻസാർ, ഇബ്നു തൈമിയ്യ ഉദ്ധരിക്കുന്ന ഹദീസാണ്. നുബ്ബിഅതു അന്നൽ അൻസാർ ഖബല ഖുദൂമി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മദീന, നബി തങ്ങളും സഹാബികളും മദീനയിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് അൻസാറുകളായ അന്നുണ്ടായിരുന്ന സഹാബിമാർ ഖാലു, അവർ പറയാം, ലൗ നദർനാ യൗമൻ, നമുക്കൊരു ദിവസം, ഫജ്തമഅനാ ഫീഹി, നമുക്ക് ഒരു ദിവസത്തിൽ നമുക്ക് ഒരുമിച്ച് കൂടാമല്ലോ. ഫദക്കർനാ ഹാദൽ അംറ അല്ലദീ അൻഅമ അല്ലാഹു ബിഹി അലൈനാ, നമുക്ക് ഒരുമിച്ച് കൂടിയിട്ട് നമുക്ക് അല്ലാഹു തന്ന ആ നിഅമത്തിനെ പുരസ്കരിച്ചുകൊണ്ട് നമുക്ക് ദിക്റിലായി കഴിഞ്ഞുകൂടാമല്ലോ. അപ്പൊ അവർ പറഞ്ഞു, യൗമുസ് സബ്ത്, നമുക്ക് ശനിയാഴ്ച ആക്കിയാലോ? അപ്പൊ പറഞ്ഞത് വേണ്ട, ശനിയാഴ്ച ജൂതന്മാരുടെ ദിവസമല്ലേ, എന്നാ ഞായറാഴ്ച ആക്കിയാലോ? അതും വേണ്ട, അത് ക്രൈസ്തവരുടെ ദിവസമല്ലേ. എന്നാ വെള്ളിയാഴ്ച ആക്കിയാലോ? ഫജ്തമഉ ഫീ ബൈതി അബി ഉമാമത അസ്അദ് ബിൻ സുറാറത, അസ്അദ് ബിൻ സുറാത്തിന്റെ വീട്ടിൽ അവർ ഒരുമിച്ച് കൂടി. ഫദുബിഹത് ലഹും ഷാത്തുൻ ഫകഫതുഹും, പിരിഞ്ഞു പോകുമ്പോൾ ആടിനെ അറുത്തിട്ട് അവരതിന്റെ മാംസം കഴിച്ചിട്ടാണ് പിരിഞ്ഞു പോയത്. അവിടെ പറയുന്നുണ്ട്, സഅൽതു അഹ്മദ് ബിൻ ഹംബൽ, അഹ്മദ് ബിൻ ഹംബൽ തങ്ങളുടെ ശിഷ്യൻ ചോദിക്കുകയാണ്, ഞാൻ എന്റെ ഉസ്താദായ അഹ്മദ് ബിൻ ഹംബലിനോട് ഞാൻ ചോദിച്ചു, അനിൽ ഖൗമി യജ്തമിഊൻ, കുറച്ച് ആൾക്കാർ ഒരുമിച്ച് കൂടാണ്. വയഖറഉ ലഹുൽ ഖാരിഉ ഖിറാഅത്തൻ ഹസീന, എന്നിട്ട് വളരെ ആഴമേറിയ രൂപത്തിൽ ഒരാൾ ഖുർആൻ ഓതുന്നു. ഫയബ്കൂന, അവർ കരയുന്നു. വറുബ്ബമാ അത്ഫഉ സിറാജ്, ചിലപ്പോ അവർ എല്ലാവരും കൂടി കൂടിയിട്ട് ഒരാൾ ഖുർആൻ ഓതാണ്, ബാക്കിയുള്ളവർ കേൾക്കുകയാണ്, എല്ലാവരും കൂടി കരയാണ്. ചിലപ്പോ അവർ വിളക്ക് കെടുത്തു. ഇതിൽ തെറ്റുണ്ടോ? ഇത് ബിദ്അത്താണോ? നബി ചെയ്തോന്നല്ല ചോദിക്കുന്നത്. ഇത് തെറ്റാണോ? ഇത് ളലാലത്താണോ? ബഹുമാനപ്പെട്ടവർ പറയാണ്, ഫഖാല അലി അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ പറയാണ്, ഇൻകാന യഖറഉ ഖിറാഅത അബി മൂസ ഫലാ ബഅസ, ഒരു കുഴപ്പമില്ല. ആ ഓതന ഖുർആനിൽ തെറ്റില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. അപ്പൊ നബി ചെയ്യാത്തത് തെറ്റ് എന്നുള്ള ആ കാഴ്ചപ്പാട് എങ്ങനെ വന്നു? ആര് പറഞ്ഞു? ഏത് ഇമാമ് പറഞ്ഞു? അപ്പൊ ഇവിടെ ഇവരുടെ ഈ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടുന്നതിനെ പറ്റി അവർ ചർച്ച ചെയ്തപ്പോൾ അവർ പറയുന്നുണ്ട്, എന്താ പറയുന്നത്? ഓരോ വിഭാഗത്തിനും ഓരോ ദിവസമുണ്ട്. ജൂതന്മാർക്ക് ശനിയാഴ്ച ഉണ്ടെങ്കിൽ, ക്രൈസ്തവർക്ക് ഞായറാഴ്ച ഉണ്ടെങ്കിൽ നമുക്കൊരു ദിവസം ഒരുമിച്ച് കൂടായിരുന്നില്ലേ? അൻസാറുകൾ ചിന്തിക്കാം. അങ്ങനെയാണ് അവർ വെള്ളിയാഴ്ച ഒരുമിച്ച് കൊണ്ട്, പിന്നെയാണ് അത് ജുമുഅയായിട്ട് മാറുന്നത്. എന്തുകൊണ്ടത് ബിദ്അത്തായില്ല? അപ്പൊ ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ എന്ത്? പിഴച്ച ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ എന്ത്? ഞാൻ അതുകൂടി അതിന്റെ ഒരു നിർവചനത്തിൽ വന്ന ബിദ്അത്തിലെ ബിദ്അത്ത്, അതാണ് വഹാബി പ്രസ്ഥാനത്തിന്റെയും മൗദൂദി പ്രസ്ഥാനത്തിന്റെയും തബ്ലീഗ് പ്രസ്ഥാനത്തിന്റെ ഒക്കെ വലിയൊരു പിഴവ്. ബിദ്അത്തിൽ അവർ ബിദ്അത്ത് ഉണ്ടാക്കി. എന്താണ് ബിദ്അത്ത്?
പ്രമാണവിരുദ്ധമായതാണ് ബിദ്അത്ത്. അത് ഇബാദത്താണെങ്കിലും വേണ്ടില്ല, സാധാരണ ജീവിതമാണെങ്കിലും വേണ്ടില്ല. ഇപ്പൊ പന്തളി പഴയ കാലത്ത് ഉണ്ടായിരുന്നില്ല, പുതിയ കാലത്ത് വന്ന ഒന്നാണ് പന്ത് കളി. പന്ത് കളി ബിദ്അത്താണോ? അല്ലേ. പന്ത് കളിച്ചാൽ നരകത്ത് പോകുമല്ലേ? പ്രമാണവിരുദ്ധമാണെങ്കിൽ നരകത്ത് പോകും, ഇല്ലെങ്കിൽ നരകത്ത് പോകില്ല. അപ്പൊ പ്രമാണത്തിനോട് മാറ്റിരിച്ചു നോക്കും. പ്രാമാണിക വിരുദ്ധമാണോ? അല്ലേ. ഇതാണ് ബിദ്അത്തിന്റെ മാനദണ്ഡം. നബിയുടെ കാലത്തുണ്ടോ? ഇല്ലേ. അതല്ല. അവിടെയാണ്, അതിന്റെ മേലാണ് ഇന്ന് ഈ കാണുന്ന എല്ലാ കോലാഹലങ്ങളും ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അതിന്റെ ബാക്കി കാര്യങ്ങൾ ബഹുമാനായ ജസീൽ കമാലി ഫൈസ് ഉസ്താദ് ഇവിടെ പറയാനുള്ളത് കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാഖിറു ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.